ഹലോ, എല്ലാവർക്കും ഹിസ്റ്റോറിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് നമ്മൾ നെറ്റ് എക്സാമിൻ്റെ PYQ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മളുള്ളത്. നേരത്തെയുള്ള ഒന്നും രണ്ടും പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് അത് പോയിട്ട് കാണണം എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. കാരണം അത് കണ്ടിട്ട് നിങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു തുടർച്ച നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. കാരണം ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കുറേ ചോദ്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കുറേ ഹിൻറ്റുകൾ നമ്മൾ നേരത്തെയുള്ള സെഷനിലൊക്കെ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കണ്ടിട്ട് ഇവിടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്നുള്ളതാണ് അതിന് പറയാനുള്ളത്. ആൻഡ് ഇന്നത്തെ സെഷനിൽ നമ്മൾ ബാക്കിയുള്ള കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ യൂണിറ്റ് 1-ൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾസോ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നെറ്റ് എക്സാമിന് വേണ്ടി, നെറ്റിൽ നിന്ന് മാത്രമല്ല കേട്ടോ, അതായത് സെറ്റ് എക്സാം അതുപോലെയുള്ള ഹിസ്റ്ററി റിലേറ്റഡ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോയും ഈ ചാനലിലെ ലിങ്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അവർക്ക് ഹെൽപ്ഫുൾ ആവുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സോ നമ്മൾ അധികം ഇൻട്രൊഡക്ഷൻ വെക്കുന്നില്ല. ആദ്യത്തെ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ദ ചര്യപിടക ഈസ് എ കളക്ഷൻ ഓഫ്. കഴിഞ്ഞ സെഷനിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഈസി ആയിരിക്കും നേരത്തെ സെഷൻ കണ്ടിട്ടുള്ള ആൾക്കാർക്ക്. ചര്യപിടക എന്ന് പറയുന്നത് 40 ജാതകാസ് ഇൻ വേഴ്സ്, 35 ജാതകാസ് ഇൻ വേഴ്സ്, 35 ജാതകാസ് ഇൻ പ്രോസ്, 38 ജാതകാസ് ഇൻ വേഴ്സ്. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് എപ്പോഴും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പെർഫോമൻസ് അസസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണത് എന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. എന്തായാലും ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, 35 ജാതകാസ് ഇൻ വേഴ്സ് എന്നുള്ളതാണ്. ചര്യപിടകയുടെ അകത്ത് ജാതകാസ് എന്നുള്ള 35 സ്റ്റോറീസ് എടുത്ത് അതിനെ വേഴ്സ് ഫോം, വേഴ്സ് എന്ന് വെച്ചാൽ നമ്മളെന്താ പറയല്, ഒരു പോയറ്റിക് ഫോം അല്ല, അതായത് കവിതാ രൂപത്തിൽ പ്രസന്റ് ചെയ്യുന്നതാണ് വേഴ്സ് എന്ന് പറയുന്നത്. സോ 35 ജാതകാസ് ഇൻ വേഴ്സ് എന്നുള്ളതാണ് ചര്യപിടകയുടെ അകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഞാൻ ചര്യപിടകയുടെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ജാതക ടെയിൽസ് എന്ന് പറയുന്നത് we know that it is about the previous birth of Buddha. ബുദ്ധന്റെ പൂർവ്വജന്മങ്ങളെ പറ്റിയിട്ടുള്ള കഥകളാണ് ശരിക്കും ജാതക സ്റ്റോറീസ് എന്ന് പറയുന്നത്. ഇതിനിവിടെ ജാതകത്വ വർണ്ണന അല്ലെങ്കിൽ ജാതകത്വ കഥ, അതിനകത്ത് 550 ജാതക സ്റ്റോറീസ് ആണുള്ളത്. അതിൽ നിന്ന് ഡിഡാക്റ്റിക് പേർപ്പസ്, അതായത് ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു റിലീജിയസ് ആയിട്ടുള്ള എങ്ങനെയുള്ള ഉപദേശ സ്റ്റോറീസ് എന്നുള്ള രീതിയിൽ 35 ജാതക കഥകളെ വേഴ്സ് ഫോമിൽ കളക്ട് ചെയ്തിട്ടുള്ളതാണ് ചര്യപിടക എന്ന് പറയുന്നത്. ഓൾസോ ഓർത്ത് വെക്കുക, ചര്യപിടക ഈസ് ദ ലാസ്റ്റ് ബുക്ക് ഓഫ് കുണ്ടക നികായ. കുണ്ടക നികായയുടെ 15ാമത്തെ 15th ബുക്ക് അല്ലെങ്കിൽ അതിൻ്റെ 15ാമത്തെ പാർട്ടാണ് ചര്യപിടക എന്ന് പറയുന്നത്. മറന്നുകൊണ്ട, ചര്യപിടക ഈസ് റിലേറ്റഡ് വിത്ത് കുണ്ടക നികായ. ആൻഡ് ജാതക കഥകളൊക്കെ എന്താണ് കുണ്ടക നികായയുടെ അകത്താണ് വരുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റിലെ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ല എങ്കിൽ പോയി കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ദെൻ അടുത്ത നമ്മുടെ ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇങ്ങനെയാണ്. ലങ്കാവതാര ഈസ് റിലേറ്റഡ് ടു വൈപുല്യ സൂത്രാസ്, ലങ്കാദഹൻ, കഥാക സംഹിത, വർത്തികാസ്. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത്, വീണ്ടും കമൻറ്റ് ചെയ്യുക, ശരി ഉത്തരം എന്ന് പറയുന്നത് ലങ്കാവതാര എന്നുള്ളത് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്നത് വൈപുല്യ സൂത്രയുമായിട്ടാണ്. ഓക്കെ, സിംപ്ലി ആലോചിക്കുക, ലങ്കാവതാര. സോ അവതാര എന്നുള്ള ആ ഒരു വ എടുത്തിട്ട് വൈപുല്യ സൂത്രയിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. സോ ലങ്കാവതാര ഇസ് റിലേറ്റഡ് വിത്ത് വൈപുല്യ സൂത്ര എന്നുള്ളതാണ്. ആൻഡ് ലങ്കാവതാര എന്ന് പറയുന്നത് മഹായാന ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റാണ്. ആൻഡ് അത് കണക്ട് ചെയ്ത് കിടക്കുന്നത് വൈപുല്യ സൂത്രയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇനി അടുത്ത ഒരു ചോദ്യം നമുക്കുള്ളത് നമ്മുടെ നിയോളിത്തിക് സൈറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്. ദ നിയോളിത്തിക് സൈറ്റ്സ് ഓഫ് കിയാരി ആൻഡ് ഗിയാക്ക് ആർ ലൊക്കേറ്റഡ് ഇൻ നാഗാലാൻഡ്, ത്രിപുര, അൽമോറ, ലഡാക്ക്. ഇവിടെ ശരി ഉത്തരം എന്നുള്ളത് ഗിയാക്ക് ആൻഡ് കിയാരി എന്ന് പറയുന്ന നിയോളിത്തിക് സൈറ്റുകൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ലഡാക്കിലാണ്. ഓക്കെ, ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. കിയാരി ആൻഡ് ഗിയാക്ക് എന്ന് പറയുന്നത് ലഡാക്കിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള നിയോളിത്തിക് സൈറ്റുകളാണ്. ഇത്തരത്തിൽ നിയോളിത്തിക് സൈറ്റുകളെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ പല തവണകളിലായിട്ട് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ പറഞ്ഞ കിയാരി ആൻഡ് ഗിയാക്ക് എന്ന് പറയുന്നത് ലഡാക്കിലുള്ള സൈറ്റുകളാണ്. ദെൻ ഈ ഒരു ബിർഹാൻപൂർ, ചിരാന്ത്, കുച്ചായി, ഗോൾബിസാൻ, ദെൻ
സങ്കർഗഞ്ച്, ഇതൊക്കെ നോർത്ത് ഈസ്റ്റിലുള്ള സൈറ്റുകൾ ആണ്. സോ നമ്മൾ നോർത്ത് ഈസ്റ്റിലും ഈസ്റ്റേൺ ഇന്ത്യയിലൊക്കെയുള്ള സൈറ്റുകളാണ്. ബുർസാവം എന്ന് പറയുന്നത് കശ്മീരിലുള്ള നിയോളിത്തിക് സൈറ്റാണ്. ആൻഡ് അവിടെയാണ് പിറ്റ് ഡ്വെല്ലിങ്സ് കണ്ടിട്ടുള്ളത്. അതായത് കുഴിയുടെ അകത്ത് ആൾക്കാർ താമസിക്കുന്ന രീതിയൊക്കെ ഉണ്ടായിരുന്നത് ബുർസാവം കശ്മീരിലാണ്. ഇനി നോർത്ത് ഈസ്റ്റിലെ കുറച്ച് സൈറ്റുകൾ നോക്കാം. സോ അതിനകത്ത് ഒറീസയിലെ നിയോളിത്തിക് സൈറ്റാണ്. നോർത്ത് ഈസ്റ്റ് എന്ന് മാത്രമല്ല നോർത്തും അതുപോലെ ഈസ്റ്റും ഒക്കെ പറയുന്നുണ്ട്. സോ അതിനകത്ത് ഒറീസയിലെ സൈറ്റുകളാണ് കുച്ചായി, ബൈദീപൂർ, സങ്കർഗഞ്ച്, സുലാബ്ദിഹി, ഇതൊക്കെ ഒറീസയിലുള്ള സൈറ്റുകളാണ്. നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഗാരോ ഹിൽസ്, അതായത് ഡവോജലി ഹൈഡിങ് എന്നൊക്കെ പറയുന്നത് എന്താണ് പറയുക, നോർത്ത് ഈസ്റ്റിലെ പ്രധാനപ്പെട്ട നിയോളിത്തിക് സൈറ്റുകളാണ്. കച്ചർ, നാഗ ഹിൽസ്, ദെൻ സരുതാരു, ഇതൊക്കെ അസമിൽ വരുന്ന സൈറ്റുകളാണ്. അതിനകത്ത് മണിപ്പൂരിലൊരു സൈറ്റാണ് നാപ്ചിക് എന്ന് പറയുന്നത്. മേഘാലയയിലൊരു സൈറ്റാണ് സിബാൽഗിരി, മറ്റൊന്നാണ് പിന്ദ്ര ലാങ്തേൻ. ഇതൊക്കെ എന്താണ് പ്രധാനപ്പെട്ട നിയോളിത്തിക് സൈറ്റുകൾ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിയോളിത്തിക് സൈറ്റുകൾ അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ് അല്ലെങ്കിൽ റീജിയൻ ഏതാണ് എന്നൊക്കെ എക്സാമിന് വരും. അപ്പോൾ ഓർത്ത് വെക്കുക, നിയോളിത്തിക് സൈറ്റുകൾ ധാരാളമുണ്ട്. നോർത്ത് ഈസ്റ്റിലെയും നോർത്തിലെയും ഈസ്റ്റിലെയും കശ്മീരിലെയും ലഡാക്കിലെയും ഇതൊക്കെ നമ്മുടെ എക്സാമിന് പല തവണകളിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ഗാഗർ ഹക്ര റിവർ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. സോ ദ ഗാഗർ ഹക്ര റിവർ സിസ്റ്റം ഓഫ് റിവർ ഈസ് സ്റ്റഡീഡ് ബൈ, ആരാണ് ഈ ഗാഗർ ഹക്ര റിവർ സിസ്റ്റത്തെ പറ്റി പഠിച്ച ആൾ ഈ കൂട്ടത്തിൽ? CF ഓൾഡ്ഹാം, കാത്ലിൻ കെനിയോൺ, റോബർട്ട് ജെ ബ്രേഡ്വുഡ്, ജോൺ ലുബ്രോക്ക്. ഇവിടുത്തെ ഗാഗർ ഹക്ര റിവർ സിസ്റ്റത്തിനെ പറ്റി പഠിച്ച ആൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ എ CF ഓൾഡ്ഹാം എന്നുള്ളതാണ്. അദ്ദേഹം ഗാഗർ ഹക്ര റിവറിനെ പറ്റി വളരെ സമഗ്രമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഗാഗർ ഹക്ര റിവർ എന്ന് പറയുന്നതാണ് സരസ്വതി റിവർ എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഈ റിവറിനെ കണ്ടെത്താനായിട്ട് ഒരുപാട് പൈസയൊക്കെ ചിലവാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 500 crore rupees ഒക്കെ ചിലവാക്കി എന്നുള്ളതാണ്. പക്ഷേ സ്റ്റിൽ അത് ഭൂമിയുടെ അടിയിലൂടെ ഒഴുകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു സരസ്വതി റിവർ ഇൻ ദി വേദാസ് റെഫർ ടു ദി സരസ്വതി ഓർ ഗാഗർ ഹക്ര റിവർ. സോ ഇത് സരസ്വതി ആണ് എന്നുള്ള രീതിയിലാണ് മനസ്സിലാവുന്നത്. ദെൻ ഈ ഒരു റിവറിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അതിനെ കണ്ടെത്താനൊക്കെ വേണ്ടി പഠനം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാരാണ് ജെയിൻ മാക്കിൻടോഷ്, CF ഓൾഡ്ഹാം, മാർക്ക് ഓറൽസ്റ്റൈൻ, മാക്സ് മുള്ളർ, ക്രിസ്ത്യൻ ലാസൺ. ഇവരൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ പഠനം നടത്തിയിട്ടുള്ളതാണ്. ആൻഡ് ഇവരൊക്കെ ഈ ഒരു വേദിക് റിവർ ആയിട്ടുള്ള സരസ്വതിയും അതുപോലെ ഗാഗർ ഹക്രയും തമ്മിലുള്ള റിലേഷനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിൽ അത് അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഓർത്ത് വെക്കുക, CF ഓൾഡ്ഹാം ആണ് ഈ കൂട്ടത്തിൽ നമ്മുടെ ഓപ്ഷനിലുള്ളത്. മറ്റുള്ളവരും ഇതുപോലെ അതിനെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. ഇനി അടുത്ത ഒരു ചോദ്യമാണ്, അക്കോർഡിംഗ് ടു AK ഘോഷ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ക്രോണോ കൾച്ചറൽ എലമെന്റ് ഓഫ് ദി പാലിയോളിത്തിക് കൾച്ചർ കോംപ്ലക്സ് ഇൻ ഇന്ത്യ? സിമ്പിൾ വേർഡ്സ്, പാലിയോളിത്തിക് കൾച്ചറുമായിട്ട് നോട്ട്, അതായത് അതുമായിട്ട് ബന്ധപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് AK ഘോഷിന്റെ അഭിപ്രായത്തിൽ. പെബിൾ കോർ ആണോ, ഫ്ലേക്ക് ആണോ, ഫ്ലേക്ക് ബ്ലേഡ് ആണോ, ബോറർ ബെറിൻസ് എന്നുള്ളതാണ്. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ബോറർ ബെറിൻ എന്നുള്ളതാണ്. അതായത് ബോറർ ബെറിൻ ഈസ് റിലേറ്റഡ് വിത്ത് മെസോളിത്തിക്. ഓക്കെ, അത് മെസോളിത്തിക് കാലഘട്ടമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, പാലിയോളിത്തിക് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. പിന്നെ അതിനകത്ത് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ഒരു സ്റ്റോൺ ടൂൾസിന് നമ്മൾ ഡിഫറെൻറ്റ് കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ചരിത്രകാരന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്, ആർക്കിയോളജിസ്റ്റുകൾ അവർ അതിന് ഡിഫറെൻറ്റ് സ്റ്റേജുകളിലേക്ക് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് വെച്ചാൽ യൂട്ടിലൈസേഷൻ എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് വെച്ചാൽ യൂട്ടിലൈസേഷൻ, അതായത് നമുക്ക് എങ്ങനെയാണോ സ്റ്റോൺ കിട്ടുന്നത് അത് അതുപോലെ തന്നെ ടൂളായിട്ട് ഉപയോഗിക്കുക, മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താതെ. അടുത്തത് ഫാഷനിങ് എന്നുള്ളതാണ്. ഫാഷനിങ്, അതായത് അതിനകത്ത് ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തുക. അടുത്തതാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡൈസേഷൻ, ഓക്കെ, അത് പ്രകാരം ഇവരതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വളരെ എങ്ങനെയാ പറയുക, മനോഹരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള മോഡിഫിക്കേഷൻസ് നടത്തുന്നു. അതിനൊരു പ്രോപ്പർ ഫോം ഓഫ് ദ ടൂൾ ആക്കിയിട്ട് മാറ്റിയിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ്. ഈ ഒരു പെബിൾ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ ഈ ഉരുളൻ കല്ലുകൾ എന്നുള്ളതാണ് പെബിൾ കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫ്ലേക്ക് എന്ന് വെച്ചാൽ കല്ലുകളുടെ ചീളുകളെയാണ് നമ്മൾ ശരിക്കും ഫ്ലേക്ക് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലേക്ക് ബ്ലേഡ് എന്ന് പറയുന്നത് അത് ശരിക്കും നമ്മൾ ചോപ്പിംഗ്, അതായത് കട്ട് ചെയ്യാനും മുറിക്കാനും വെട്ടിമുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലേക്ക് ബ്ലേഡുകൾ, കത്തി പോലെ ആക്കിയിട്ടുള്ളതാണ് ഫ്ലേക്ക് ബ്ലേഡുകൾ എന്ന് പറയുന്നത്. ദെൻ ബോറർ ബെറിൻ എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ബോറർ ടൂൾസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താ പറയല്,
ഈ കുഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹോളുകൾ ഡ്രില്ല് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ബോറർ ബെറിൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇത്തരത്തിലുള്ള ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൂൾസ് നമുക്ക് പഴയ സ്റ്റോണേജ് കാലഘട്ടത്തിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ ഏതാണ്ട് ഒരു ഐഡിയ നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളതാണ്. സോ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ലോവർ പാലിയോളിത്തിക്കിൽ ഉപയോഗിച്ചിരുന്ന ടൂൾസ് ഏതൊക്കെയാണ്, മിഡിൽ പാലിയോളിത്തിക്കിൽ, അപ്പർ പാലിയോളിത്തിക്, മെസോളിത്തിക്, നിയോളിത്തിക്കിലൊക്കെ യൂസ് ചെയ്തിരുന്ന ടൂൾസൊക്കെ ഏതെല്ലാം രീതിയിലായിരുന്നു. അതുപോലെ ഇവർ ടൂളുകൾ ഉണ്ടാക്കിയിരുന്ന ഒരു മെത്തേഡാണ് ലെവലോയിസ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതുപ്രകാരം അവർ കല്ലിൻ്റെ മുകളിലേക്ക് കല്ലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഫ്ലേക്സ്, അതിൻ്റെ ചീളുകളൊക്കെ എടുക്കുന്ന രീതി, കോർ ടൂൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കോർ സ്റ്റോൺ യൂസ് ചെയ്യുന്ന രീതിയൊക്കെ അതിനകത്ത് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ AK ഘോഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ എന്താണ് പറയുക, ബോറർ ബെറിൻ എന്നുള്ളത് മെസോളിത്തിക് ആണ്, ബാക്കിയെല്ലാം പാലിയോളിത്തിക് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സംഗതികൾ ആണ്. ദെൻ അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. Which of the following sites in Rajasthan provides evidence of the onset of aridity around 2000 BC? 2000 BC സമയത്ത് aridity എന്ന് വെച്ചാൽ ഡ്രൈ ആവുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് എവിടെ നിന്നാണെന്നുള്ളതാണ്. കോട്ടയാണോ, അർജുൻപുരയാണോ, മൗണ്ട് ആബു ആണോ, ലങ്കാർ നാസർ ആണോ? ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ലങ്കാർ നാസർ എന്നുള്ളതാണ്. അതായത് രാജസ്ഥാനിലൊരു പ്രദേശമാണ് ആൻഡ് ഇവിടെ അത് നേരത്തെ ഒരു സോൾട്ട് ലേക്ക് ആയിരുന്നു, പക്ഷെ പിന്നീട് അത് 2000 BC കൂടി ഡ്രൈഡ് അപ്പ് അല്ലെങ്കിൽ അത് അരിഡിറ്റിയിലേക്ക് പോയി എന്നതാണ്. സിംപിൾ എന്ത് ചെയ്യാം, ഒരു ആകെ നാശമായി പോയി എന്നുള്ള രീതിയിൽ ആലോചിക്കുക. അതൊരു ലേക്ക് ആയിരുന്നത് പിന്നീട് അതാകെ ലങ്കാർ നാസർ ആയത് ഉണ്ടായിരുന്ന ഒരു ലേക്ക് എന്ത് ചെയ്യുന്നു, നാശമായി പോയി എന്നൊക്കെ ആലോചിക്കാം. എന്തായാലും രാജസ്ഥാനിലെ ബിക്കാനിയർ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ലങ്കാർ നാസർ എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഏർലിയർ ഇറ്റ് വാസ് എ സോൾട്ട് ലേക്ക് ആൻഡ് പിന്നീട് അത് ഡ്രൈ ആയി പോയി എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് താർ ഡെസേർട്ട്. ഇനി അടുത്തതൊരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയാണ്: ദശ പൗർണമാസാസ്, ദെൻ അഗ്നവദേവ, അഗ്രയാന, ചതുർമസ്യസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സേക്രഡ് ഫയർസ്, oblation of the first fruits of the harvest, yajnas at the beginning of the each of the 3 seasons, yajnas of the full and new moon. ഇവിടെ ഇതിനെ എങ്ങനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ചെറിയ ഹിൻഡുകളൊക്കെ ഇതിനകത്തുണ്ട്. നമുക്കിത് പഠിച്ചിട്ടില്ലെങ്കിലും സുഖമായിട്ട് ഉത്തരം കണ്ടെത്താനുള്ള വകുപ്പ് ഇതിലുണ്ട്. പ്രധാനമായിട്ട് ഇവിടെ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ദശ പൗർണ മസ്യാസ് അല്ലെങ്കിൽ ദർശ പൗർണ മാസാസ് എന്നുള്ളതാണ്. വെച്ചാൽ പൗർണ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അതായത് ഫുൾ മൂൺ എന്നുള്ളതാണ് അല്ലേ. സോ ഇവിടെ ഫുൾ മൂൺ എന്ന് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത് യജ്ഞാസ് ഓഫ് ദി ഫുൾ മൂൺ അല്ലേ, A4 എന്നുള്ളത് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിനകത്ത് അഗ്നവദേവ, അഗ്നി എന്നുള്ളത് റിലേറ്റഡ് വിത്ത് ഫയർ, സോ B1 എന്നുള്ളത് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ അഗ്രയാന എന്ന് പറയുന്നത് കണക്ടിങ് വിത്ത് ഹാർവെസ്റ്റ് ഓഫ് ദി ഫസ്റ്റ് ഫ്രൂട്ട് എന്നുള്ളതാണ്. ദെൻ ചതുർമസ്യാസ് എന്ന് പറയുന്നത് യജ്ഞാസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഓഫ് ദി 3 സീസൺസ് എന്നുള്ളതാണ് ചതുർമസ്യാസ് എന്ന് പറയുന്നത്. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അത് വെച്ചിട്ടാണ് ഈ ഒരു രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം. പൈസ്ര, ഭീംബേദ്ക, അനങ്പൂർ, ഹങ്സ്കി, മധ്യപ്രദേശ്, ഹരിയാന, ബീഹാർ, കർണാടക. ഇവിടെ നമ്മൾ ഒരുപാട് എന്താണ് പറയല്ലേ സൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഏത് സ്റ്റേറ്റിലാണ് വരുന്നത് എന്നുള്ളതാണ് മാച്ച് ചെയ്യാനായിട്ടുള്ളത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഭീംബേദ്ക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് ഇൻ മധ്യപ്രദേശ് അല്ലേ. ഭീംബേദ്ക മധ്യപ്രദേശിലാണ്. പിന്നെ ഹങ്സ്കി എന്ന് പറയുന്നത് കർണാടകയിലാണ്. പിന്നെ ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, പൈസ്ര എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ബീഹാർ ആൻഡ് അനങ്പൂർ എന്ന് പറയുന്നത് ഈസ് ഇൻ ഹരിയാന. ഈ രീതിയിലാണ് ഇത് മാച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് മാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതെല്ലാം ഇങ്ങനെയുള്ള സൈറ്റുകൾ, അതിൻ്റെ സ്റ്റേറ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ നെറ്റ് എക്സാമിന് ഒരുപാട് ചോദിക്കുന്നതാണ്. പല കേവുകൾ, ഹതിഗുംഫ കേവ് എവിടെയാണ്, അല്ലെങ്കിൽ ഹതിഗുംഫ എവിടെയാണ്, അജന്ത, എല്ലോറ എവിടെയാണ്, ഈ രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ എക്സാമിന് കാണാറുണ്ട്. പിന്നെ അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഒരു അസേർഷൻ റീസെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കാണാറില്ല, ബട്ട് സ്റ്റിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അടുത്ത എക്സാമിൽ അത് തിരിച്ചു കൊണ്ടുവരുമോ എന്ന് നമുക്കറിയില്ല, അങ്ങനെ സാധ്യത ഉണ്ട്. ബട്ട് കഴിഞ്ഞ 1-2 സെഷനുകളിൽ അങ്ങനെയുള്ള അസേർഷൻ റീസെൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഏത് സബ്ജക്റ്റിലും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇനി ആ രീതിയിൽ വരാൻ സാധ്യത കുറവാണ്. ബട്ട് സ്റ്റിൽ
അതിനങ്ങനെ വരൂല എന്നുള്ളൊരു സർക്കുലറൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ അസേർഷൻ എന്ന് പറയുന്നത് ഇൻസ്ക്രിപ്ഷൻസ് ആർ വെരി വാല്യുബിൾ സോഴ്സ് ഓഫ് ഹിസ്റ്ററി. റീസെന്റ് ഹിസ്റ്ററി ഓഫ് അശോക ഈസ് നോൺ ടു അസ് ത്രൂ ഇൻസ്ക്രിപ്ഷൻസ്. അതായത് അസേർഷൻ പറയുന്നത് എന്താണ്? ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്. ദെൻ അതിന്റെ കാരണമായിട്ട് അല്ലെങ്കിൽ റീസൺ ആയിട്ട് പറയുന്നത് അശോകന്റെ ചരിത്രം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് മിക്കവാറും ത്രൂ ഇൻസ്ക്രിപ്ഷൻ ആണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അതിന്റെ ഒരു ബന്ധം. അതായത് അസേർഷൻ പറയുന്നതിനെ സമർത്ഥിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് റീസൺ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അസേർഷൻ അതായത് അശോകന്റെ ഇൻസ്ക്രിപ്ഷൻ ഒക്കെയാണ് അല്ലെങ്കിൽ അശോകന്റെ റോക്ക് എഡിക്റ്റ് അതുപോലെ പില്ലർ എഡിക്റ്റ് ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതാൻ നമ്മൾ സഹായിച്ചിട്ടുള്ളത്. സോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ അസേർഷൻ ശരിയാണ്, റീസണും ശരിയാണ്. ആൻഡ് റീസൺ ഈസ് ജസ്റ്റിഫൈങ് അസേർഷൻ അല്ലെങ്കിൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്നുള്ളത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. വീണ്ടും അസേർഷൻ റീസൺ ആണ്. ഇന്ത്യൻ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഓൺ സൗത്ത് ഈസ്റ്റ് ഏഷ്യ വാസ് നോട്ട് ദെയർ അറ്റ് ഓൾ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇന്ത്യൻ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. ദെൻ റീസൺ പറയുന്നത് മെനി ഷ്രൈൻസ് ഡെഡിക്കേറ്റഡ് ടു ലോർഡ് ശിവ ക്യാൻ ബി ഫൗണ്ട് ഓൺ ദി ഡെങ് പ്ലാറ്റ്യൂ ഇൻ ജാവ. ജാവയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ശിവയുടെ ടെമ്പിൾസ് അല്ലെങ്കിൽ ഷ്രൈൻസ് കാണാമെന്നുള്ളതാണ്. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അസേർഷനും റീസണും കോൺട്രാഡിക്ടറി ആണ്, തമ്മിലൊരു ബന്ധമില്ല. കാരണം ഇവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വരുന്നൊരു സ്ഥലമാണ് ജാവ എന്ന് പറയുന്നത്. അതേസമയം അവിടെ ഒരു ഇൻഫ്ലുവൻസും ഇല്ല എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. രണ്ടാമത്തത് അവിടെ ഈ ലോർഡ് ശിവയുടെ ഷ്രൈൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അവിടെ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. സോ ഇൻ സിമ്പിൾ വേർഡ്സ് അസേർഷൻ എന്ന് പറയുന്നത് തെറ്റാണ്, അതേസമയം റീസൺ എന്ന് പറയുന്നത് ശരിയാണ്. അസേർഷൻ തെറ്റാണ്, റീസൺ ശരിയാണ്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ഈസ് ഫാൾസ് ആൻഡ് ആർ ഈസ് ട്രൂ. ഈ രീതിയിലുള്ള ഒരു ഉത്തരമാണ് ഇവിടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുക. ഇനി അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. അലാര ദ ഗ്രേറ്റ് ടീച്ചർ ഓഫ് ദി ബുദ്ധ ബിലോങ്ഡ് ടു വിച്ച് ട്രൈബ്? ബുദ്ധന്റെ ടീച്ചർ ആയിരുന്നു അലാര എന്ന് പറയുന്നത്. ഓക്കെ, ആ അലാര ഏത് ട്രൈബിലെ ആളാണ്? ബഗ്ഗ ഓഫ് സുംസുമഗിരി, കലാമാസ് ഓഫ് കേശബുത്ത, മല്ലാസ് ഓഫ് പാവ, മല്ലാസ് ഓഫ് കുഷിനാര. സോ ഇവിടെ ഓർത്ത് വെക്കട്ടോ, ചിലപ്പോൾ ഈ ഒരു ട്രൈബിന്റെ ഒക്കെ റീജൺ ഏതാണ് എന്നുള്ള രീതിയിലും ചോദ്യം വന്നേക്കാം അടുത്ത എക്സാമുകളിലൊക്കെ. എന്തായാലും ഇവിടെ അലാര കലാമ എന്നാണ് നമ്മൾ ഇയാൾ അറിയപ്പെടുന്നത് തന്നെ. ബുദ്ധന്റെ ഗുരുവായിരുന്നു അലാര കലാമ എന്ന് പറയുന്നത്. സോ ഹി ബിലോങ്ഡ് ടു ദി കലാമാസ് ഓഫ് കേശബുത്ത. അപ്പോൾ ഓർത്ത് വെക്കുക, കലാമാസ് ഉണ്ടായിരുന്നത് കേശബുത്ത റീജിയനിലാണ്. സോ അലാര കലാമ ഹി വാസ് ദ ടീച്ചർ അല്ലെങ്കിൽ ഗുരു ഓഫ് ബുദ്ധ ആൻഡ് ഹി ബിലോങ്ഡ് ടു ദി ട്രൈബ് ഓഫ് കലാമാസ് ഓഫ് കേശബുത്ത. ദെൻ അടുത്ത ഒരു ചോദ്യമാണ്. ഇതിനകത്ത് എക്സ്പ്ലനേഷൻ കുറേ ഡീറ്റെയിൽ ഉണ്ട്, ഞാൻ എല്ലാം പറയുന്നില്ല. അതിനകത്ത് എന്താണ് പറയുക, ബുദ്ധന്റെ ഗുരുക്കന്മാരൊക്കെ സംബന്ധിച്ചാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദീസ് ഈസ് നോട്ട് എ ജൈൻ ടെക്സ്റ്റ്? ഇതിനകത്ത് ജൈൻ ടെക്സ്റ്റ് അല്ലാത്തത് ഏത്? നിഷിത സൂത്ര, തത്വധിഗമ സൂത്ര, അഭിധാന ചിന്താമണി, യമക. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, യമക എന്നുള്ളത് ഒരു ജൈൻ ടെക്സ്റ്റ് അല്ല. ബാക്കി ഇതിനകത്തുള്ള മൂന്നും എന്താണ്? ജൈൻ ടെക്സ്റ്റ് ആണ്. യമക ഈസ് എ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് എന്നുള്ളത് ആണ്. സോ യമകനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ആണ് ആൻഡ് മൊഗല്ലനെയാണ് അത് എഴുതിയിട്ടുള്ളത് എന്നൊക്കെയാണ് മനസ്സിലാവുന്നത്. ആക്ച്വലി യമക ഈസ് എ പാർട്ട് ഓഫ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ അഭിധമ്മ പിടക. ഓക്കെ, അഭിധമ്മ പിടകയുടെ പാർട്ടാണ് യമക എന്ന് പറയുന്നത്. ആൻഡ് നിഷിത സൂത്ര എന്നുള്ളത് ഇറ്റ് വാസ് റിട്ടൺ ബൈ കുണ്ടനകുണ്ട. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടോ, ഹൂ റോട്ട് നിഷിത സൂത്ര എന്നുള്ളത്. ദെൻ തത്വധിഗമ സൂത്ര വാസ് റിട്ടൺ ബൈ ഉമാസ്തുതി. ദെൻ അഭിധാന ചിന്താമണി വാസ് റിട്ടൺ ബൈ ഹേമചന്ദ്ര. ഹേമചന്ദ്രന്റെ വർക്കുകളെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം. നെയിം ദ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ദാറ്റ് ഷോസ് കാസ്റ്റ് വാസ് നോട്ട് റിജിഡലി ടൈഡ് ടു എ ക്രാഫ്റ്റ്. കാസ്റ്റ് എന്ന് പറയുന്നത് ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എന്ന് പറയുന്ന ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ഏത് എന്നുള്ളതാണ്. സുത്തവിഭംഗ, ചുള്ളവക, കഥാവട്ടു, ദശബ്രാഹ്മണ ജാതക. ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ദശബ്രാഹ്മണ ജാതക എന്നുള്ളതാണ്. അതിനകത്താണ് ഈ ഒരു കാസ്റ്റ് എന്ന് പറയുന്നതും അതുപോലെ നമ്മുടെ ക്രാഫ്റ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു തീം നമുക്ക് മനസ്സിലാവുന്നത്. അടുത്തൊരു ചോദ്യമാണ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. Jain teacher Mahavira was a senior contemporary of Buddha. The concept of ahimsa, absence of violence, was propounded by Mahavira. Vinay Bedaka is a text teaching the philosophy of Buddhism. Mahavira was born in Bihar near Patliputra, Patna.
അനേകാന്തവാദ ഇസ് എ മേജർ ഫിലോസഫിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് ജൈനിസം. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ കഴിഞ്ഞ അല്ലെങ്കിൽ പാർട്ട് 2 പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിനയ പിടക ഇസ് എ ടെക്സ്റ്റ് ടീച്ചിങ് ദ ഫിലോസഫി ഓഫ് ബുദ്ധിസം ആണോ? അല്ല. പകരം എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ദി റൂൾസ് ഫോർ ദി മോങ്സ് ആൻഡ് നൺസ്, അല്ലേ? സോ അതാണ് വിനയ പിടക എന്ന് പറയുന്നത്. അതിനകത്ത് മോങ്സിനും നൺസിനും ഒക്കെ വിനയൊക്കെ ഉണ്ടാവാനുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെയാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സോ ഇവിടെ വിനയ പിടകനെ സംബന്ധിച്ച് ബുദ്ധിസ്റ്റ് ഫിലോസഫി എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ബാക്കി ഇവിടെ ഉള്ളത് ജൈൻ ടീച്ചർ മഹാവീര എന്ന് പറയുന്ന ബുദ്ധന്റെ സീനിയർ കണ്ടംപററി ആയിരുന്നു, ബട്ട് ഹി വാസ് എൽഡർ ദാൻ ബുദ്ധ. ആൻഡ് ആദ്യത്തെ ഒരു ഒറിജിനൽ ഫസ്റ്റ് വരെ ശരിക്കും ജൈനിസമാണ്. സോ ഇവിടെ എ ശരിയാണ്. ദെൻ അഹിംസ എന്ന് പറയുന്ന മഹാവീരയുടെ ഒരു ഐഡിയ ആയിരുന്നു, അതും ശരിയാണ്. ദെൻ മഹാവീര എന്ന് പറയുന്നത് ബോൺ ഇൻ പാടലിപുത്ര, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ജൈനിസത്തിന്റെ ഒരു ഐഡിയോളജിയാണ് അനേകാന്തവാദ എന്ന് പറയുന്നത്. സോ ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. അതിനകത്ത് സി അല്ലാത്ത എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഓർത്തു വെക്കുക, ബുദ്ധൻ ജനിച്ചത് എവിടെയാണ്, മഹാവീരൻ ജനിച്ചത് എവിടെയാണ് എന്നുള്ളതൊക്കെ എക്സാമിന് വളരെ അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ ബുദ്ധിസത്തിന്റെ ഒരു ഫിലോസഫിയാണ് പ്രതിസമുദ്പദ എന്ന് പറയുന്നത്. ഓക്കെ, ജൈൻ ഫിലോസഫിയാണ് അനേകാന്തവാദ എന്ന് പറയുന്നത്. ബുദ്ധിസ്റ്റ് ഫിലോസഫിയാണ് പ്രതിസമുദ്പദ. ഇറ്റ് മീൻസ് ഡിപ്പെൻഡന്റ് ഒറിജിനേഷൻ എന്നുള്ളതാണ്. എല്ലാം കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതാണ്. അതേസമയം അനേകാന്തവാദം എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ളതാണ്. അത് ജൈനിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. സോ ഇങ്ങനെയുള്ള ഫിലോസഫിയൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പല പല മേഖലയിൽ പല പല രീതിയിൽ ചർച്ച ചെയ്യും. ഇതിന് അടുത്തതാണ് ഹു റോട്ട് ദ ബുക്ക് ചതുഃസതിക എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആര്? ആര്യദേവയാണോ, നാഗാർജുനയാണോ, അശ്വഘോഷയാണോ, അസംഗയാണോ? ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആര്യദേവ എന്നുള്ളതാണ്. സിംപ്ലി ആലോചിക്കുക, ചതുർവേദ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. വേദാസ് ഒക്കെ എഴുതിയിട്ടുള്ളത് ആര്യന്മാരാണ്. സോ ഇവിടെ ചതുഃസതിക എന്ന് പറയുന്ന വർക്ക് എഴുതിയിട്ടുള്ളത് ആര്യദേവയാണ്. ഓക്കെ, ആ രീതിയിലൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക. ദേവയാണ്, അത് ആര്യ വേദങ്ങൾ എഴുതിയിട്ടുള്ളത് ആര്യന്മാരാണ്. സോ ചതുർവേദ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു വേർഡാണ് ചതുഃസതിക എന്ന് പറയുന്നത്. സോ ഇറ്റ് വാസ് റിട്ടൺ ബൈ ആര്യദേവ. ഇനി അടുത്ത ഒരു ചോദ്യമാണ്, ഹത്നോറ സ്പെസിമെൻ ബിലോങ്സ് ടു. ഹത്നോറ സ്പെസിമെൻ എന്ന് പറയുന്നത് ഹോമോ ഹാബിലിസ് ആണോ, ഹോമോ സാപ്പിയൻസ് ആണോ, നിയാൻഡർതാൽസ് ആണോ, ഹോമോ ഇറക്ടസ് ആണോ? ഇവിടെ ഇത്ര ആലോചിക്കുക, ഹത്നോറ സ്പെസിമെൻ എന്ന് പറയുന്നത് ബിലോങ്സ് ടു ഹോമോ ഇറക്ടസ്. ഹത്നോറ ഇറക്ടസ്, ആ രീതിയിൽ ഓർത്ത് വെക്കുക. ഹോമോ ഇറക്ടസ് ആണ് ഹത്നോറ സ്പെസിമെൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഹത്നോറ സ്പെസിമെനെ സംബന്ധിച്ച് അവിടുന്ന് തുടക്കത്തിൽ എന്താണ്, ഒരു ഹ്യൂമൻ സ്കളാണ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഒരു സ്കൾ ക്യാപ്പാണ് കണ്ടെത്തിയിരുന്നത്. പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് കൂടുതൽ ബോൺസ് കിട്ടുന്നുണ്ട്. തുടക്കത്തിൽ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊരു മെയിൽ ഫിഗർ ആണ് എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ നർമ്മദ മെൻ എന്നൊക്കെ പേരും അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതൊരു ഫീമെയിൽ ഫിഗർ ആണെന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് അതിനെ നർമ്മദ ഹ്യൂമൻ എന്നുള്ള രീതിയിൽ മാറ്റി വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. സോ 1982 കൂടുതൽ സ്കൾ അല്ലെങ്കിൽ ബോണിന്റെ റിമൈൻസ് അവിടെ നിന്ന് കിട്ടുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ അരുൺ സൊനാക്കിയാണ് അത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു നർമ്മദ വാലി, മധ്യപ്രദേശിലെ നർമ്മദ വാലിയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സോ ഓർത്തു വെക്കുക, ഇത്തരത്തിൽ നർമ്മദ മേനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹത്നോറ സ്പെസിമെനെ സംബന്ധിച്ചൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്തൊരു ചോദ്യമാണ്, ആർക്കിയോളജിക്കൽ സൈറ്റ് ഓഫ് ഉത്തർബായിനി വിച്ച് yielded ഏർലി പാലിയോളിത്തിക് ആർട്ടിഫാക്ട്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ജമ്മു, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, അസം. ഇവിടെ ഉത്തർബായിനി എന്ന് പറയുന്നത് ഏത് സ്ഥലത്താണ് അല്ലെങ്കിൽ എവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ജമ്മു ആണോ, ഉത്തരാഖണ്ഡ് ആണോ, ഹിമാചൽ പ്രദേശ് ആണോ, അസം ആണോ? ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ജമ്മു എന്നുള്ളതാണ്. ജമ്മുവിലാണ് ഉത്തർബായിനി എന്ന് പറയുന്ന പാലിയോളിത്തിക് സൈറ്റ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ അടുത്ത ഒരു ചോദ്യം നോക്കാം. ഈ ഒരു ചോദ്യത്തോടുകൂടി നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. സോ ചോദ്യതാണ്, സ്റ്റഡീസ് ഓൺ ദിദ്വാന ലേക്ക് വർ കണ്ടക്ടഡ് ബൈ. ദിദ്വാന ലേക്കിനെ സംബന്ധിച്ച് പഠനം നടത്തിയത് ആര്? ആർ ഡി ബാനർജി, ഗുർദീപ് സിംഗ്, വസന്ത് ഷിൻഡെ, NG മജുംദാർ. ഇവിടുത്തെ ശരി ഉത്തരം എന്താണ്? ദിദ്വാന ലേക്കിനെ സംബന്ധിച്ച് പഠനം നടത്തിയത് ഗുർദീപ് സിംഗ് ആണ്. ദിദ്വാന ലേക്കിനെ സംബന്ധിച്ച് പഠനം നടത്തിയത് ഗുർദീപ് സിംഗ് ആണ്. അങ്ങനെ ശരി ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഇവിടെ ദിദ്വാന ലേക്കിനെ സംബന്ധിച്ച് പഠനം നടത്തിയത് ഗുർദീപ് സിംഗ് ആണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഫീഡ്ബാക്കും ഒക്കെ എന്ത് ചെയ്യുക, കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്തൊരു സെഷനിൽ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.